ദേശീയ വിദ്യാഭ്യാസ നയം ചർച്ച ചെയ്യാൻ ജ്ഞാനസഭയുടെ വിദ്യാഭ്യാസ സമ്മേളനങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. RSS മേധാവി ഡോക്ടർ മോഹൻ ഭാഗവത് വിദ്യാഭ്യാസത്തിലെ ഭാരതീയത എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പങ്കെടുക്കും. യോഗത്തിൽ VC-മാർ പങ്കെടുക്കുന്നതിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. ഡാനി പോളും ഡാൻ കുര്യനും ചേരുന്നു. ആദ്യം ഡാനി, എപ്പോഴാണ് ഈ പരിപാടി? ഇതിൻ്റെ ഒരു രൂപം എന്താണ്? VC-മാർ ഈ പരിപാടിയിൽ പങ്കെടുക്കുമോ? സജിത, കഴിഞ്ഞ 2 ദിവസമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചിന്തൻ ബൈഠക് അടക്കമുള്ള കാര്യങ്ങൾ നടന്നു വരികയാണത്. പ്രവം കേന്ദ്രീകരിച്ച ആണ് നടന്നു വന്നത്. RSS മേധാവി അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. മോഹൻ ഭാഗവത് അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ നിരവധി ചർച്ചകൾ നടക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ഫോർമാറ്റായ വിദ്യാഭ്യാസ സംബന്ധിയായ കാര്യങ്ങളിലേക്ക് ചർച്ചകളിലേക്കടക്കം കടക്കുകയും ചെയ്തിട്ടുള്ളത്. വലിയ സമഗ്ര പദ്ധതികൾ, അത് ഭാരതീയ ദർശനങ്ങളിൽ അധിഷ്ഠിതമായിട്ടുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് കാതലായ മാറ്റങ്ങൾ വരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്, ആ ഒരു രീതിയിലേക്കാണ് ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത്. ശിക്ഷാ സംസ്കൃതി ഉദ്യാൻ ന്യാസിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ പരിപാടികൾ ഏകോപിപ്പിച്ചുകൊണ്ടുവരുന്നത്. ഇതിപ്പോൾ 2 ദിവസത്തെ ഒരു സമ്മേളനമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് ഇടപ്പള്ളി അമൃത കേന്ദ്രീകരിച്ചുകൊണ്ടാണ്, അവിടെ ഒരു ഓഡിറ്റോറിയത്തിലാണ് ചർച്ചകൾ നടക്കുന്നത്. രാജ്യത്തെ വിവിധ സർവകലാശാലകളിൽ നിന്നുള്ള വൈസ് ചാൻസലർ, അതോടൊപ്പം തന്നെ വൈസ് ചാൻസലർമാർ, അതോടൊപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ മന്ത്രിമാർ, ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ തുടങ്ങി ഏതാണ്ട് 1000-ലധികം പേർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും. 2 ദിവസമായി നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വൈസ് ചാൻസലർമാർ നാളെ നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. ഇന്ന് കേരള ഗവർണറാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ പരിപാടിയുടെ പൊതുസമ്മേളനം അടക്കമുള്ള കാര്യങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത്. RSS മേധാവി മോഹൻ ഭാഗവത് അടക്കമുള്ളവർ ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. നാളെ വൈസ് ചാൻസലർമാർ അടങ്ങുന്ന സമ്മേളനം നടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് വൈസ് ചാൻസലർമാർ പങ്കെടുക്കും. എത്രയെന്ന് അവർ അറിയിച്ചിട്ടില്ല. എങ്കിലും ചിലർ സാന്നിധ്യം ഉറപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ് സംഘാടകർ പറയുന്ന കാര്യങ്ങൾ. ഇന്ന് ഈ രീതിയിലുള്ള ഒരു ചർച്ചകൾക്കാണ് ഇന്ന് തുടക്കമിടുന്നത്. വൈകിട്ട് 5 മണിക്കാണ് ഇന്ന് ഈ സമ്മേളന പരിപാടി ആരംഭിക്കുകയും ചെയ്യുന്നത്. സജിത, യെസ്, അതാണ് സാഹചര്യം. ഡാൻ, ഈ വിഷയത്തിൽ CPM-നകത്ത് ഭിന്നതയുള്ള, പ്രത്യേകിച്ച് VC-മാർ പങ്കെടുക്കട്ടെ, അത് അവരുടെ ഇഷ്ടമെന്ന് മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു പറഞ്ഞതിന് ശേഷമാണ് MV ഗോവിന്ദൻ ഇത് തിരുത്തി അത് പങ്കെടുക്കുന്നത് തെറ്റ് എന്ന നിലപാടെടുത്തത്. ഇക്കാര്യത്തിൽ VC-മാരെ വിലക്കാൻ സർക്കാർ പിന്നീട് തയ്യാറായിട്ടുണ്ടോ? അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇതുവരെ സർക്കാർ കടന്നതായിട്ട് അറിയില്ല. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞത് അത് വ്യക്തിപരമായി വൈസ് ചാൻസലർമാർക്ക് ആ വിഷയത്തിൽ തീരുമാനമെടുക്കാമെന്നൊരു പ്രസ്താവനയായിരുന്നു മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ആ പ്രസ്താവനയ്ക്ക് ശേഷമാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ അതിൽ പങ്കെടുക്കുന്നത് തെറ്റാണ് എന്ന് പരസ്യമായി മാധ്യമങ്ങളോട് പ്രതികരണം നടത്തിയത്. പക്ഷേ VC-മാരോട് നേരിട്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാനാവില്ല എന്ന കർശനമായ ഒരു നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്നോ ഇതുവരെ ഉണ്ടായിട്ടുള്ളതായി നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ വൈസ് ചാൻസലർമാർ ചിലരെങ്കിലും ഈ പരിപാടിയിൽ, ഗവർണർ കൂടി പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ നേരിട്ട് പങ്കെടുത്തേക്കുമെന്ന് തന്നെയാണ് സൂചന. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ഈ വിഷയത്തിൽ ജ്ഞാനസഭയുടെ പരിപാടിയിൽ VC-മാർ പങ്കെടുത്താൽ സ്വാഭാവികമായും സർക്കാരിന് മുന്നിലും അത് രാഷ്ട്രീയ പ്രതിരോധമുണ്ടാകും. കാരണം VC-മാർ, സംസ്ഥാനത്തെ VC-മാർ, സർക്കാർ നിയോഗിച്ച VC-മാർ RSS-ൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനെ ചോദ്യം ചെയ്യപ്പെടും. അത് സർക്കാരിൻ്റെ അനുമതിയോടെ RSS പരിപാടികൾക്ക് VC-മാരെ വിട്ടുകൊടുത്തു എന്നതാവും വ്യാഖ്യാനം. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് CPM ഈ വിഷയത്തിൽ VC-മാർ പോകുന്നത് ശരിയല്ല എന്ന നിലപാട് കൂടി എടുത്തിരിക്കുന്നത്. സന്ദീപ് വാചസ്പതി നമുക്കൊപ്പം ചേരുന്നുണ്ട്, BJP നേതാവ്. ശ്രീ സന്ദീപ്, ജ്ഞാനസഭയിൽ VC-മാർ പങ്കെടുക്കേണ്ടതില്ല എന്നതാണ് ഇടതുമുന്നണിയുടെ, പ്രത്യേകിച്ച് CPM-ൻ്റെ നിലപാട്. ജ്ഞാനസഭയിൽ പങ്കെടുത്താൽ അത് RSS-ൻ്റെ പരിപാടിക്ക് പോകുന്നത് സർക്കാർ അനുമതി കൊടുത്തു എന്ന തോന്നലുണ്ടാകും. അതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതം കണ്ടുകൊണ്ടാവും ഈ നീക്കം. ജ്ഞാനസഭ യഥാർത്ഥത്തിൽ VC-മാർ പങ്കെടുക്കുന്നതിൽ തെറ്റുണ്ടോ? എന്താണ് നിങ്ങളുടെ നിലപാട്? ജ്ഞാനസഭയിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്നുള്ളത് VC-മാരുടെ ഡിസ്ക്രിപ്ഷൻ ആണല്ലോ, അവരാണല്ലോ തീരുമാനിക്കുന്നത്. അതിനകത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്ത് അഭിപ്രായമാണുള്ളത്? അത് VC-മാരാണ് തീരുമാനിക്കേണ്ടത്. ഏതുതരം പരിപാടിയിൽ പങ്കെടുക്കണം എന്നുള്ളത് അവരുടെ വിവേചനാധികാരമാണ്. അത് അവർക്ക് വിട്ടുകൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് CPM നേതാവോ BJP നേതാവോ ഒന്നും പ്രതികരിക്കേണ്ട ഒരു വിഷയമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. സന്ദീപ്, പക്ഷേ ഈ ഗവർണർ വിളിക്കുന്ന ഒരു പരിപാടി, ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ VC-മാർക്ക് ക്ഷണം കിട്ടുമ്പോൾ അത് പങ്കെടുക്കാതിരിക്കുന്നത് പ്രോട്ടോകോൾ ലംഘനമാകുമോ എന്ന ഭയം അവർക്കുണ്ട്. അങ്ങനെയെങ്കിൽ അത്തരമൊരു സമ്മർദ്ദം ചെലുത്തി VC-മാരെ പങ്കെടുപ്പിക്കുന്നു എന്നതാണ് ഈ CPM ഉന്നയിക്കുന്ന ആക്ഷേപം.
അല്ല അതെനിക്കറിയില്ല. അങ്ങനെ ഏതെങ്കിലും വൈസ് ചാൻസലർമാർ ഏതെങ്കിലും തരത്തിൽ പരാതിപ്പെട്ടിട്ടുണ്ടോ എന്നും എനിക്കറിയില്ല. അങ്ങനെ ഒരു വാർത്ത എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. ആ ചാൻസലർ പരിപാടിയിൽ പങ്കെടുക്കുന്നു, ചാൻസലർ ക്ഷണിച്ചാൽ വൈസ് ചാൻസലർമാർ പോകും, സ്വാഭാവികമാണ്. അതിനിപ്പം അവരെ നിർബന്ധിക്കുകയോ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിപ്പെടുത്തുകയോ ചെയ്തതായിട്ടുണ്ടെങ്കിൽ അല്ലേ ഉള്ളൂ അതിനകത്തൊരു വിവാദത്തിന്റെ ആവശ്യം. അപ്പൊ ആരെയും ഭീഷണിപ്പെടുത്തി പങ്കെടുപ്പിക്കാൻ പറ്റില്ലല്ലോ. ഒരു പരിപാടിക്ക് ഇൻവിറ്റേഷൻ കിട്ടുന്നു, അതിന് പോകണമോ വേണ്ടയോ എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയും ശേഷിയും ഉള്ളവരാണല്ലോ നമ്മുടെ വൈസ് ചാൻസലർമാർ. അവരവരുടെ ഇഷ്ടത്തിന് തീരുമാനമെടുത്ത് അവർ പരിപാടിയിൽ പങ്കെടുക്കും. അതിനകത്ത് എന്താണ് ഇത്ര അസ്വാഭാവികത? ഒരു സംഘടന നടത്തുന്ന ഒരു വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു സെമിനാറിൽ ആരൊക്കെ ഈ നാട്ടിൽ വിദ്യാഭ്യാസ സെമിനാറുകൾ നടത്താറുണ്ട്? ആ സെമിനാറിലെല്ലാം വൈസ് ചാൻസലർമാർക്ക് ക്ഷണം കിട്ടുകയും അവർക്ക് സമയമുണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കുകയും ചെയ്യില്ലേ? പിന്നിപ്പോൾ RSS നടത്തുന്ന എഡ്യൂക്കേഷൻ സെമിനാറുകൾ മാത്രം എന്തിനാണ് ഐറ്റം? ഈ VC-മാരെ പങ്കെടുപ്പിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഇതുണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ പ്രത്യാഘാതം ഇടതുമുന്നണി തിരിച്ചറിയുന്നില്ലേ? അതുകൊണ്ടല്ലേ അവർ ഇത്തരം ഒരു നിലപാടെടുക്കുന്നത്? കാരണം RSS ഇത് ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ പ്രത്യാഘാതമാണോ നമ്മളുടെ ആശങ്ക? രാജ്യത്തിന്റെ ഏറ്റവും വലിയ ആശങ്ക ഇടതുമുന്നണിക്ക് എന്തെങ്കിലും രാഷ്ട്രീയ ആശങ്ക ഉണ്ടെന്നുള്ളതാണോ? അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രത്യാഘാതം നേരിടും എന്നുള്ളതാണോ? അതെന്തര ആശങ്കയാണ്? അല്ല സന്ദീപ്, നിങ്ങൾ ബോധപൂർവമായിട്ട് VC-മാരെ ക്ഷണിച്ച് പറഞ്ഞത് VC-മാരെ ബോധം ഇല്ലാതെ ക്ഷണിക്കാൻ പറ്റില്ലല്ലോ. എന്ത് ബോധപൂർവ്വം ക്ഷണം? ഒരു പരിപാടി നടക്കുന്നു, അവരെ ക്ഷണിക്കുന്നു, അവർക്ക് ഇഷ്ടമുണ്ട് അവരതിൽ പങ്കെടുക്കുന്നു. ഇവിടെ ആരെയും പിടിച്ചു കെട്ടിക്കൊണ്ടു പോകുന്നില്ല. പങ്കെടുത്തില്ലെങ്കിൽ അവരുടെ ഇൻക്രിമെന്റ് തടയുമെന്ന് പറയുന്നില്ല, അവരെ ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറയുന്നില്ല, അവരെ സസ്പെൻഡ് ചെയ്യുമെന്ന് പറയില്ല. പിന്നെ എന്താണ് ഇതിനകത്ത് എന്താണുള്ളത്? അല്ല, ഇത്തരം ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ നിങ്ങൾ തന്ത്രപരമായ നീക്കം നടത്തിയല്ലേ യഥാർത്ഥത്തിൽ? അത് ഞാൻ ചോദിക്കുന്നത് അതാണ്. ഒരു പരിപാടി വിദ്യാഭ്യാസ സെമിനാറുകൾ ഏതെല്ലാം സംഘടനകൾ നടത്തുന്നു, സംഘാടകർ ഇൻവിറ്റേഷൻ കൊടുക്കില്ലേ? അവർക്ക് പങ്കെടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കെല്ലാം അവർ ഇൻവിറ്റേഷൻ കൊടുക്കും. സൗകര്യമില്ല എങ്കിൽ അവർ സൗകര്യമില്ലെന്ന് അപ്ലൈ പറയും, അന്നത്തെ എനിക്ക് തീയതിയില്ല, അല്ലെങ്കിൽ എനിക്കതിൽ പങ്കെടുക്കാൻ പറ്റില്ല. ഇത് നാട്ടിൽ നടക്കുന്ന ഒരു സ്വാഭാവികമായ പ്രക്രിയയല്ലേ? ഇതിനകത്ത് എന്താണ് അസ്വാഭാവികത? ജ്ഞാനസഭയുടെ ഒരു പൊതു സ്ട്രക്ചർ എന്താണ്? അതെങ്ങനെ നടത്താനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതിന്റെ ഒരു രീതി എന്താണ്? അതെനിക്കറിയില്ല. അത് നടത്തുന്നത് ഞങ്ങൾക്ക് അത് BJP-യുമായി അതിന് ബന്ധമില്ലല്ലോ. അത് RSS നടത്തുന്ന പരിപാടി. ഇനി ജ്ഞാനസഭ എന്നുള്ള പേരാണോ നിങ്ങളുടെ പ്രശ്നം? വിദ്യാഭ്യാസ സെമിനാറാണിത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാജ്യത്തെ ആദിശങ്കരൻ എന്നുള്ളത് രാജ്യത്തെ തന്നെ വിദ്യാഭ്യാസത്തിന്റെ കേരളം സൃഷ്ടിച്ചിട്ടുള്ള ഏറ്റവും മഹാനായ പുത്രന്മാർ ഒരാളല്ലേ ആദിശങ്കരൻ. ആദിശങ്കരന്റെ നാട്ടിലാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇനി ജ്ഞാനസഭ എന്നുള്ള സംസ്കൃത പേരിട്ടതാണോ നിങ്ങളുടെ കുഴപ്പം? അതൊരു വിദ്യാഭ്യാസ സെമിനാറാണ്. ഇനി എഡ്യൂക്കേഷൻ സെമിനാർ ഇംഗ്ലീഷിൽ വിളിച്ചോളൂ, ആർക്കും പരാതിയില്ല. അങ്ങനെ ഒരു വിദ്യാഭ്യാസ സെമിനാറിലേക്ക് രാജ്യത്തെ മുഴുവൻ സർവകലാശാലകളുടെയും അല്ലെങ്കിൽ ആ പരിപാടി നടക്കുന്ന സംസ്ഥാനത്തെ സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ ക്ഷണിക്കുന്നു. അവർക്ക് സൗകര്യം ഉള്ളതുകൊണ്ട് അവരിതിൽ പങ്കെടുക്കുന്നു. ഇതിലെവിടെയാണ് രാഷ്ട്രീയ വിവാദം എന്നാണ് എനിക്ക് മനസ്സിലാക്കാത്തത്. അതോ ഇനി CPM-കാര് തിട്ടൂരമിറക്കിയാലും പങ്കെടുക്കരുതെന്നാണോ? മനസ്സിലാവുന്നില്ല. അതിനകത്ത് എന്ത് അസ്വാഭാവികതയാണുള്ളതെന്ന് പറഞ്ഞാൽ ബാക്കി ഞാൻ പ്രതികരിക്കാം. എന്തായാലും കുഴപ്പമില്ല. അത് CPM അതിന്റെ രാഷ്ട്രീയ പ്രതിസന്ധി തിരിച്ചറിയുന്നു. അതുകൊണ്ടുകൂടിയാണ് അത്തരമൊരു നിലപാടുണ്ടായത്. വളരെ നന്ദി.